എല്ലാവർക്കും നമസ്കാരം. LIC പോളിസികളെ കുറിച്ചുള്ള ഒരു വ്യാപകമായ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം പ്രീമിയം അടയ്ക്കണം, 15 കൊല്ലം 20 കൊല്ലം അങ്ങനെയൊക്കെയാണല്ലോ. അത് LIC കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചുള്ള പ്രീമിയംസ് 7 കൊല്ലം 5 കൊല്ലം ഒക്കെ അടയ്ക്കാനുള്ള പ്ലാൻസ് ഇറക്കിയിട്ടുണ്ട്. ലൈക്ക് ജീവൻ ഉത്സവിന്റെ 5 ഇയർ, അമൃത് ബാൽ, ഇനി ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ ഭീമാലക്ഷ്മി എല്ലാ പ്ലാനുകളും 5 കൊല്ലം 7 കൊല്ലം ഒക്കെ പേയ്മെന്റ് പീരീഡ് ഉള്ളതാണ്. ഇപ്പൊ ജീവൻ ഉത്സവ് പ്ലാനിന്റെ ഏറ്റവും LICയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാനായ ജീവൻ ഉത്സവ് പ്ലാനിന്റെ സിംഗിൾ പ്രീമിയം പ്ലാൻ ലോഞ്ച് ആയിട്ടുണ്ട്. ടേബിൾ നമ്പർ 883 എന്നാണ്, അതാണ് ടേബിൾ നമ്പർ. ഇത് ഒരു തവണ ഒരു പ്രീമിയം, ഒരു നല്ലൊരു കുറച്ച് ഹൈ എമൗണ്ട് പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഇൻകം, അല്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഒരു ഏജിൽ നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ്. ഈ പ്ലാന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണുക. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിംഗ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. എത്തരം ആളുകൾക്ക് ഉള്ളതാണ് ഈ പ്ലാൻ എന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ പണം നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ഒരുപാട് കാലമില്ല, 4-5 കൊല്ലം, അല്ലെങ്കിൽ ഇപ്പൊ NRIs ഒക്കെയാണ് പറയുമ്പോൾ ഞങ്ങൾക്ക് 5 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, ഒരു വലിയ എമൗണ്ട് ഞങ്ങൾ ഒരു തവണ നിക്ഷേപിക്കാം, കാരണം ഇപ്പൊ ഞങ്ങളിൽ ഫണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലം വിറ്റ് പോയിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ ഫണ്ട് വന്നിട്ടുണ്ട്, അങ്ങനത്തവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു തവണ മാത്രം നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർ, ജീവിതകാലം മുഴുവൻ പെൻഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, ഒരു തവണ നിക്ഷേപിച്ചതിനു ശേഷം ജീവിതകാലം മുഴുവൻ പെൻഷൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, നിക്ഷേപിക്കുന്ന പണത്തിന് ഗ്യാരണ്ടി ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ആളുകൾക്കാണ് ഈ പ്ലാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇത് ഒരു നോൺ പാർട്ടിസിപ്പേറ്റിംഗ് നോൺ ലിങ്ക്ഡ് ഇൻഡിവിജ്വൽ ഹോൾ ലൈഫ് പ്ലാൻ ആണ്. ഇതെന്ന് വെച്ചാൽ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് വെച്ചാൽ ബോണസ് അല്ല, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, അതായത് ബോണ്ടിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ എമൗണ്ട് തിരിച്ചു കിട്ടുന്ന അർത്ഥം. അതുപോലെ തന്നെ നോൺ ലിങ്ക്ഡ് എന്ന് വെച്ചാൽ ഷെയർ മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നില്ല, അതായത് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് പോകാത്തതുകൊണ്ട് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്ലാൻ ആണ്. ഇൻഡിവിജ്വൽ പോളിസിയാണ്, ഒരാളുടെ ഇൻഡിവിജ്വൽ നെയിമുള്ള പോളിസിയാണ്. അതുപോലെ തന്നെ ഹോൾ ലൈഫ് പ്ലാൻ ആണ്, എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്ര കാലം ഉള്ള പ്ലാൻ ആണെന്ന് അർത്ഥം. അതായത് 100 വയസ്സ് വരെയുള്ള പ്ലാൻ, ഇനി അയാൾ 110 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് അതുവരെയുള്ള, അതായത് എത്ര കാലം ജീവിച്ചിരിക്കുന്നു അതുവരെയുള്ള ഹോൾ ലൈഫ് പ്ലാൻ ആണ് ജീവനോത്സവിന്റെ സിംഗിൾ ലൈഫ് പ്ലാൻ ടേബിൾ നമ്പർ 883. ഈ പ്ലാന്റെ എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കാം. 30 ദിവസം പ്രായമുള്ള കുട്ടി തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്ക് എടുക്കാം. 30 ദിവസം പ്രായമുള്ള കുട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഗ്രാൻഡ് പാരന്റിന് ന്യൂ ബോൺ ആയിട്ടുള്ള കുട്ടിയുടെ പേരിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ലൈഫ് ലോങ് ഇൻകം, ആ കുട്ടി ജീവിച്ചിരിക്കുന്ന കാലം ആ കുട്ടിക്ക് ഇൻകം കിട്ടുന്ന രീതിയിലുള്ള പ്ലാൻ. ആ കുട്ടിയുടെ ഒരു 8-ാമത്തെയോ 10-ാമത്തെ വയസ്സിൽ ഇൻകം സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 18-ാമത്തെ വയസ്സിലോ, അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് ആ കുട്ടിയുടെ കല്യാണ സമയത്ത് ഒക്കെ കിട്ടാവുന്ന, അതായത് ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, അതായത് എങ്ങനെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യാമെന്ന് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ഒന്ന് പ്രസ് ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം ഏജ് അറ്റൻഡ് ഞാൻ പറഞ്ഞ 65 വയസ്സാണ്. മിനിമം സം അഷ്യൂർഡ് 5 ലക്ഷമാണ്. മാക്സിമം അതിന് ലിമിറ്റ് ഇല്ല, അണ്ടർ റൈറ്റിംഗ് ഡിസിഷൻ ആണ്. ഗ്യാരണ്ടീഡ് അഡിഷൻ 1000 രൂപയ്ക്ക് 40 രൂപ എന്നുള്ളതാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ ടെക്നിക്കൽ ആണ്. നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് എത്ര എമൗണ്ട് കിട്ടുന്നുള്ളത് അറിയണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ എടുത്തു തരാൻ സാധിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിലും എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ. ഇതില് എമൗണ്ട് കിട്ടുന്നത് 2 രീതിയിൽ, ഓപ്ഷൻ എ ഓപ്ഷൻ ബിയും ഉണ്ട്. ഓപ്ഷൻ എ എന്ന് വെച്ചാൽ റെഗുലർ ഇൻകം, അതായത് റെഗുലർ ആയിട്ട് പെൻഷൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ആണ്. 7-ാമത്തെ കൊല്ലം പ്ലാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 7-ാമത്തെ കൊല്ലം തൊട്ട് 17-ാമത്തെ കൊല്ലം വരെ നമുക്ക് ഡിഫർമെന്റ് ഓപ്ഷൻ ചെയ്യാം. അതായത് 7-ാമത്തെ കൊല്ലം ഓപ്റ്റ് ചെയ്തതിന് 8-ാമത്തെ കൊല്ലം തൊട്ട് ലൈഫ് ലോങ് നമുക്ക് റെഗുലർ ഇൻകം പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് 17-ാമത്തെ, ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ആൾ പറയുകയാണ് എനിക്ക് 47-ാമത്തെ 48-ാമത്തെ വയസ്സിൽ ആവശ്യമില്ല, എനിക്ക് 58-ാമത്തെ വയസ്സ് മതി എന്ന് പറഞ്ഞാൽ 17 കൊല്ലം വരെ ഡെഫർമെന്റ് കൂട്ടാം എന്നർത്ഥം. ഇതില് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5 lakh സമ്മർഷൻ എടുത്തു കഴിഞ്ഞാൽ ഇൻകം ആഫ്റ്റർ 8 years 50,000 പെർ ഇയർ ആണ് കിട്ടുക. അതായത് 10% സമ്മർഷേർഡ് ആണ് റെഗുലർ ആയിട്ടുള്ള ഇൻകം കിട്ടുക. 2-ാമത്തെ ഓപ്ഷൻ വെച്ചാൽ ഫ്ലെക്സി ഇൻകം എന്നുള്ളതാണ്. ഫ്ലെക്സി ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10% എമൗണ്ട് പറഞ്ഞല്ലോ, 10%, 5 ലക്ഷം രൂപയുടെ എക്സാമ്പിൾ പറഞ്ഞാൽ 50,000 രൂപ, അത് നമ്മുടെ ഇൻഡിവിജ്വൽ അക്കൗണ്ടിലേക്കല്ല, LICയുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. LICയുടെ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കോമ്പൗണ്ടിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ്, നമ്മൾ എമൗണ്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും 5.5% കോമ്പൗണ്ടിങ്. ഒന്ന് ആലോചിക്കണം, 5.5% കോമ്പൗണ്ടിങ്
ഫോർ ലൈഫ് ലോങ് 100-110 കൊല്ലം 100 കൊല്ലം നമുക്ക് 5.5% കോമ്പൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് കൺട്രി ആവും. ഡെവലപ്ഡ് കൺട്രീസിലേക്ക് ഇൻട്രസ്റ്റ് നമുക്കറിയാം 0% ആണ്. അതുകൊണ്ട് തന്നെ 0% അല്ലെങ്കിൽ 0.1%, ജപ്പാനിലൊക്കെ 0.1 ആണ്. അപ്പൊ ഭാവിയിൽ ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ അത്രയാവും. പക്ഷേ LIC പറയുന്നത് 5.5% കോമ്പൗണ്ടിങ് ആണ്. അപ്പൊ ഇതൊരു വലിയ, അതായത് ഈ LICയുടെ ഫ്ലെക്സി ഇൻകം, ജീവൻ ഉത്സവത്തിന്റെ ഫ്ലെക്സി ഇൻകം വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ലോങ് ടേമിൽ നമുക്ക് 5.5% ഗ്യാരണ്ടീഡ് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് പറയുന്നത് LIC ആണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള റെഗുലർ ഇൻകത്തിന്റെയോ അല്ലെങ്കിൽ ഫ്ലെക്സി ഇൻകത്തിന്റെയോ ഇല്ലുസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യാം ഈ കാണുന്ന നമ്പറുകളിൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഡെത്ത് വരുന്ന വഴിയാണെങ്കിൽ നമുക്ക് സമ്മർഷ്വേർഡ് ഓൺ ഡെത്ത് പ്ലസ് ഗ്യാരണ്ടി അഡീഷൻ ആണ് കിട്ടുക. അതുപോലെ തന്നെ റൈഡേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ആക്സിഡന്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡറും നമുക്ക് ടേം റൈഡറും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എപ്പോഴും ഒരു കാര്യം പറഞ്ഞത്, ഇപ്പൊ ഞാൻ ഇതിന്റെ ക്യാൻവയിൽ പറഞ്ഞ പോലെ തന്നെ FD ആയിട്ടാണ് ഇപ്പൊ ഹിന്ദിക്കാരുടെ വീഡിയോയിൽ കണ്ടില്ല, FD കാ ബാപ്പ്, FDയുടെ അച്ഛൻ എന്ന രീതിയിലാണ് ഇതിനെ ചിത്രീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം FD എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഒരു 3 കൊല്ലം 5 കൊല്ലം ഇൻവെസ്റ്റ്മെന്റ് ആണ്. പൈസ സുരക്ഷിതമായി വെക്കാം, എപ്പോൾ വേണമെങ്കിലും എടുക്കാം എന്നുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് FD. നമ്മൾ അതിനെ എങ്ങനെയാണ് ജീവൻ ഉത്സവ്, FD ലൈഫ് ലോങ്ങും അല്ല, ജീവൻ ഉത്സവ് ലൈഫ് ലോങ് ആണ്. 100-110 എത്ര കൊല്ലം നമ്മൾ ജീവിച്ചിരിക്കുന്നു അത്ര കൊല്ലം നമുക്ക് ഇൻകം തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഫണ്ട് ഗ്രോ ചെയ്യുന്ന 5.5%. ഇപ്പൊ FDയിൽ നമുക്ക് മാക്സിമം 5 ഇയർ FD ആണ് കിട്ടുന്നത്, ഒരു 6% ഉള്ളൂ. അത് കഴിഞ്ഞാൽ അന്നത്തെ റേറ്റ് ആണ്, അന്ന് റേറ്റ് 3% അതേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും FD ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നോർത്ത് ഇന്ത്യൻസ് FD കാ ബാപ്പ് എന്ന് പറഞ്ഞു ആണ് കൂടുതൽ വീഡിയോസും അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നത്. പക്ഷേ FD ആയിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. FD ഇസ് എ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്, ജീവൻ ഉത്സവ് സിംഗിൾ പ്രീമിയം ഇസ് എ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്. അതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ FDയിൽ ഡെത്ത് കവർ ഇല്ല, ഇവിടെ നമുക്ക് ഡെത്ത് കവർ ഉണ്ട്. ഡെത്ത് കവർ ഇപ്പൊ ഫ്ലെക്സി ഓപ്ഷൻ ആണെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മൾ എടുക്കുന്നില്ല എങ്കിൽ ഡെത്ത് കവർ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഇതേപോലത്തെ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾക്ക് ഡെത്ത് കവർ കിട്ടുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഞാൻ അയച്ചു തരാം. എനിക്ക് ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പൊ FDയുടെ കമ്പാരിസൺ ആണ് നമ്മളിപ്പോ ഇതിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്, പ്ലാനിനെ കുറിച്ചും FDയുടെ കമ്പാരിസണും. FDയിൽ പൈസ എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ സാധിക്കും. ജീവൻ ഉത്സവ് കുറച്ചു കാലം, ഇപ്പൊ 7 കൊല്ലം ലോക്കിൻ ആണ്. അത് കഴിഞ്ഞൊരു 10-15 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ അതിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ലോങ് ടേം സേവിംഗ് ആണ് ജീവൻ ഉത്സവം എന്ന് വെച്ചാൽ. അതായത് ഒരു കുട്ടി ജനിച്ചു, കുട്ടിയുടെ 25ാമത്തെ വയസ്സിൽ കല്യാണത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിന്, ഇതൊക്കെ ലോങ് ടേം സംഭവങ്ങളാണ്. ലോങ് ടേമിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് തരുന്ന ഒരു പ്ലാൻ ആണ് ജീവൻ ഉത്സവ്. FD ഈസ് എ ഷോർട്ട് ടേം. സോ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ബൈക്കിനെയും കാറിനെയും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതായത് ബൈക്കിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാം, നമുക്ക് അങ്ങനെ ഉണ്ട്. പക്ഷെ കാറിന്റെ കംഫർട്ട് ഇതിൽ കിട്ടില്ലല്ലോ ബൈക്കിൽ. സോ ഇറ്റ്സ് ലൈക്ക് കമ്പയറിങ് എ ബൈക്ക് ആൻഡ് കാർ. അതായത് FD ഈസ് ലൈക്ക് എ ബൈക്ക് ആൻഡ് ജീവൻ ഉത്സവ് ലൈക്ക് എ കാർ എന്ന് വെച്ചാൽ 2 ടൈപ്പ് ഇതാണ്, ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതിനെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇത് ജീവൻ ഉത്സവ് പ്ലാൻ കമ്പയർ ചെയ്യണമെങ്കിൽ പെൻഷൻ പ്ലാനുമായിട്ടും ആനുവിറ്റി പ്ലാൻസുമായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഈ ജീവൻ ഉത്സവ് സിംഗിൾ പ്രീമിയം പ്ലാന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് USPs ഒരു തവണയെ ലഭിക്കേണ്ട ആവശ്യമുള്ളൂ. ടേബിൾ നമ്പർ 883, ജീവൻ ഉത്സവ് പ്ലാൻ സിംഗിൾ പ്രീമിയം ഒറ്റ തവണ നിക്ഷേപിച്ചാൽ മതി. ഗ്യാരണ്ടീഡ് ഇൻകം ലൈഫ് ലോങ് അല്ലെങ്കിൽ ലൈഫ് കവർ, അതായത് നമ്മുടെ ലൈഫ് കവർ, നമുക്ക് ലൈഫ് കവറേജ്, നമ്മുടെ ഡെത്ത് സംഭവിച്ചാൽ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ലൈഫ് കവർ അത് കൂടിക്കൊണ്ടിരിക്കും ഫ്ലെക്സി ഓപ്ഷനിൽ. അപ്പം ഒരു ടേം പ്ലാനിന്റെ രീതിയിലും നമുക്ക് ടേം പ്ലാനൊക്കെ നമുക്ക് 40 കൊല്ലമൊക്കെ ആയിരിക്കും മാക്സിമം, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി 85 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ 100-110, 100 വയസ്സ് കഴിഞ്ഞ് മരിച്ചാൽ കിട്ടുന്നതും നമുക്ക് എമൗണ്ട് കിട്ടുന്ന ടേം പ്ലാൻ. ഒരു എസ്റ്റേറ്റ് പ്ലാനിങ്, നമുക്ക് നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഒരു എസ്റ്റേറ്റ് പ്ലാനിങ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ നമുക്ക് ജീവൻ ഉത്സവ് സിംഗിൾ പ്രീമിയം പ്ലാനിനെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അൺബേസ്ഡ് റിവ്യൂ, അതായത് നമുക്കിപ്പോൾ അൺബേസ്ഡ് ആയിട്ട് നമ്മൾ ഈ പ്ലാനെ നോക്കുകയാണെങ്കിൽ LIC ജീവൻ ഉത്സവിൽ നമുക്ക് ഒരുപാട് റിട്ടേൺ ഒന്നും പറയാൻ പറ്റില്ല. IRR വർക്ക്ഔട്ട് ആവുന്നത് അറൌണ്ട് ഒരു 6.83% ആണ്. ലോങ് ടേമിൽ 6.83%ലാണ് നമുക്ക് വർക്ക്ഔട്ട് ആവുന്നത്. ഇന്ത്യയുടെ ഒരു ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ 90s ഉള്ളവർക്ക് അത് ഒബ്സർവ് ചെയ്തവർക്ക് അറിയാം, അറൌണ്ട് ഒരു 15% അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു FDക്കൊക്കെ. അത് കഴിഞ്ഞ് 2000 റേഞ്ചിൽ എത്തിയപ്പോൾ ഒരു 12% ആയി, 2010 എത്തിയപ്പോൾ ഒരു 9% ആയി, 2020 എത്തിയപ്പോൾ 6% ആയി. ഒരു 10 ഇയേഴ്സിൽ 3% കുറയുന്നുണ്ട്. അപ്പോൾ 2040 ഒക്കെ ആകുമ്പോഴേക്കും 0 അല്ലെങ്കിൽ 0.5% ഒക്കെ ഇൻട്രസ്റ്റ് ഉറപ്പാണ് ഏകദേശം. കാരണം ഹിസ്റ്ററി അത് അങ്ങനെയാണ് വർക്ക് ആവുക. ഡെവലപ്ഡ് കൺട്രി ആകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയൊന്നും കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ജപ്പാൻ, ഒരു ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ
നിങ്ങൾക്ക് 0% തന്നെയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. അപ്പോൾ അവിടെയാണ് 5.5% കോമ്പൗണ്ടിങ് തരുന്ന 6.83% IRR ഉള്ള ഒരു പ്ലാനിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആയി മാറുന്നത്. അത് തരും എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയായ LIC ആണ്. അതുപോലെ തന്നെ പക്ഷെ ഇതിന്റെ ഒരു പ്ലാനിൽ പെട്ടെന്ന് പണം തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ ആവശ്യമുള്ള ഫണ്ടാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഇതിന് പ്രത്യേകിച്ച് ഇപ്പൊ റിട്ടയർമെന്റ് ഇൻകം, റിട്ടയർമെന്റ് പെൻഷൻ പ്ലാൻ ആയിട്ട്, അല്ലെങ്കിൽ ഒരു ലോങ് ടേമിൽ 20-25 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം, കുട്ടികളുടെ മാരേജ്, അല്ലെങ്കിൽ നമുക്കൊരു 30 അങ്ങനെ ഒരു 15 കൊല്ലം 15 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നോക്കിയാൽ മതി. അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് ഷോർട്ട് ടേം കാര്യങ്ങൾക്ക് ഈ പ്ലാൻ ഒരിക്കലും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ ആണ് ഇതിൽ അങ്ങനെ എത്ര സാധ്യതയുണ്ട് എന്നുള്ള അങ്ങനെയുള്ള സംഭവമില്ല. എത്ര കിട്ടും എന്ന് കൃത്യം 50 കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ 70 കൊല്ലം കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളത് കൃത്യമായി ബോർഡിൽ ഉണ്ടാവും. ലൈഫ് ലോങ് ഇൻകം ആണ്. നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു, എത്ര കാലം നിങ്ങൾ 100 വയസ്സ് 110 വയസ്സിൽ ജീവിച്ചിരിക്കുന്നു, ഇതിൽ ഇൻകം കിട്ടും. സം അഷ്യൂർഡ് ഓൺ ഡെത്ത് ഇതിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് കിട്ടും. LIC ജീവനോത്സവ് സിംഗിൾ പ്രീമിയം ടേബിൾ നമ്പർ 883 എന്ന പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ബട്ടൺ അമർത്തണം. ഈ പ്ലാൻ അല്ലെങ്കിൽ LICയുടെ ഈ പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. ഇതിന്റെ ഇല്ലസ്ട്രേഷൻ ബെനിഫിറ്റ്സ് എടുക്കാനൊക്കെ എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. LICയുടെ ഏത് പ്ലാൻ പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മറ്റ് വേറെ പ്രൈവറ്റ് കമ്പനികളുമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ പർച്ചേസ് ചെയ്യാനും എനിക്ക് വാട്സ്ആപ്പ് ചെയ്യാം. നമ്മൾ ഒരുപാട് കമ്പനീസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഈ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.